ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഞാൻ ഇന്നൊരു ചെറിയ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഞങ്ങൾ ഫാമിലിയിൽ കുറച്ച് പേര് ചേർന്നിട്ട് ഒരു സ്ഥലം വരെ പോവുകയാണ്. വേറെ എവിടെയല്ല, നമ്മുടെ അങ്കമാലി കറൂറ്റിയിലേക്കാണ് കേട്ടോ പോകുന്നത്. ചേച്ചീനെയും പിള്ളേരെയും കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ കാലത്ത് ട്രെയിനിലാണ് പോയിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ വ്ളോഗ് എടുക്കാൻ തീരുമാനം ഉണ്ടായിരുന്നു, പക്ഷേ ഫോണിൽ സ്റ്റോറേജ് ഇല്ലാത്ത കാരണം കൊണ്ട് ഞാനതങ്ങ് വിട്ട് കളഞ്ഞു. അതുകൊണ്ട് അവിടുന്ന് വരുന്നതൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയതിന് ശേഷമാണ് പിന്നെ ഞാൻ സ്റ്റോറേജൊക്കെ ക്ലിയർ ചെയ്ത് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ച്. ഈ ചക്കരക്കുട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു. ഇവനെ അവിടെ കൊണ്ടാക്കി കൊടുക്കണമായിരുന്നു. ഇവനൊരു കുഞ്ഞനിയൻ കൂടി വന്നിട്ടുണ്ട്. അല്ല, അനിയനല്ല, അനിയത്തി കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അവളെയും കൂടി കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത് കേട്ടോ. ഇവനെ ഞങ്ങൾ ജോക്കു എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. അവിടെ ചെന്നപ്പോൾ ഭയങ്കര കളിയൊക്കെ ആയിരുന്നു. ഇതാണ് ഞങ്ങളുടെ ഫാമിലിയിലേക്ക് വന്നിട്ടുള്ള ന്യൂ മെമ്പർ. ഫേസ് എന്തായാലും ഇപ്പോൾ കാണിക്കുന്നില്ല, കാരണം കുഞ്ഞു ബേബിയല്ലേ. അപ്പോൾ നമ്മൾ വഴിയെ വീഡിയോയും പോസ്റ്റൊക്കെ ഇടുന്നതായിരിക്കും കേട്ടോ. ജസ്റ്റ് റീലും വീഡിയോ ഒക്കെ എടുക്കാമെന്ന് കരുതി പറമ്പിലോട്ട് ഇറങ്ങിയതാണ്. പക്ഷേ പറമ്പിലേക്ക് ഇറങ്ങി ഒരു ചെറിയൊരു റീൽ എടുക്കുമ്പോഴേക്കും നല്ല രീതിയിൽ മഴ പെയ്തു തുടങ്ങി. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി, കുട്ടിപ്പട്ടാളങ്ങളും ആൻറ്റിയുടെ മക്കളും ചേച്ചിയും എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി അങ്ങ് ഓടി കയറിയിട്ടാണ് വീട്ടിലേക്ക്. ഇതുപോലൊക്കെ യാത്ര പോകുമ്പോൾ ഭയങ്കര രസമാണല്ലേ. എന്താ പറയുക, മൈൻഡൊക്കെ ഭയങ്കര ഒരു റിഫ്രഷ്മെൻ്റ് എന്നൊക്കെ പറയില്ല, അതുപോലത്തെ ഒരു സംഭവമായിരുന്നു കേട്ടോ. വന്നു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മാമ്മയും പേരക്കിടാങ്ങളൊക്കെ കൂട്ടിയിട്ട് ഉണ്ണിയെ കളിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവരൊക്കെ വലിയ ആൾക്കാരായി. ചെറിയ ഉണ്ണി അവളാണല്ലോ. അപ്പോൾ ഇവരൊക്കെ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ആയിട്ടുണ്ട്. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല കാര്യമായിട്ടുള്ള മഴയില്ല, എന്നാലും മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കിടന്നു, കാരണം വൈകുന്നേരം തിരിച്ചു പോകാൻ ട്രെയിനുള്ളൂ. അപ്പം ഞങ്ങൾ കുറച്ച് നേരം കിടന്നു. ചിലർ ഉറങ്ങുകയൊക്കെ ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പിള്ളേഴ്സൊക്കെ ഫുഡ് കഴിക്കുന്ന തിരക്കിലാണ്. ഒരാളവിടെ സെറ്റിയിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അവൾക്ക് എവിടെ പോയാലും ഒരുറക്കം മസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ അവർക്ക് ടാറ്റ കൊടുക്കാൻ പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി വീഡിയോയിലേക്കാണ് ടാറ്റ തരുന്നത്. അങ്ങനെ ഞങ്ങൾ ചേച്ചിയോടും ചേച്ചിയുടെ മമ്മീനോടും എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ആ പിന്നിൽ വരുന്ന മൂന്നെണ്ണത്തിനെ കണ്ടോ, അതാണ് എൻ്റെ ആൻറ്റിയും 2 മക്കളും കേട്ടോ. 2 പെൺകുട്ടികളാണ് ആൻറ്റിക്ക്. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ യാത്രയൊക്കെ നടന്നു. അവർ ഫോണിലൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ആയത്തിൽ വരികയാണ് കേട്ടോ. പിന്നെ ഇറക്കമാണ്. പോകുമ്പോൾ ഞങ്ങൾക്ക് നല്ല കയറ്റമായിരുന്നു, വരുമ്പോൾ നല്ല ഇറക്കമായിരുന്നു. അപ്പോൾ വന്ന വഴിയിലല്ല ഞങ്ങൾ പോയത്, കാരണം വന്ന വഴി കുറച്ച് വളവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഷോർട്ട് കട്ടിൽ കൂടെ പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോകുന്നതിൻ്റെ അടിയിലാണ് ട്രെയിൻ പാളം പോകുന്നത്. അപ്പോൾ അതിൻ്റെ മേലെ കൂടെയാണ് നമ്മളിപ്പോൾ വരുന്നത് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഇതുപോലെ വീഡിയോ എടുത്തിട്ട് വരാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഇങ്ങനെ വരിവരിയായിട്ട് നടക്കുന്നത്. ഞാൻ സാധാരണ ഇതുപോലെ ക്യാമറ തിരിച്ച് പിടിച്ച് വീഡിയോ എടുക്കാറില്ല, എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാനെപ്പോഴും ഫ്രണ്ട് ക്യാമറ ഓൺ ആക്കിയിട്ടാണ് വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ബാക്ക് ക്യാമറയിൽ എടുത്തിട്ട് നമ്മൾ തിരിച്ച് പിടിച്ച് വീഡിയോ എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട് കേട്ടോ. എനിക്കത് അറിയുന്നുണ്ടായിരുന്നില്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ എങ്ങനെ പിടിക്കാമെന്ന് പോലും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എടുത്തപ്പോൾ അത്യാവശ്യം നല്ല ക്ലാരിറ്റി കിട്ടി കേട്ടോ. ഈ നടക്കുന്നത് ഞാനാണ്. എൻ്റെ ഒരു വീഡിയോ എപ്പോഴെങ്കിലും എടുക്കണമല്ലോ, ഞാനാണ് എടുക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ കുറവായിരിക്കും, കാരണം ഞാൻ എടുക്കുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ചെറിയൊരു ക്ലിപ്പ് ഞാൻ അതിൽ കയറ്റി എടുത്തതാണ് കേട്ടോ. അവിടെ നിന്ന് നമ്മൾ താഴോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ചെറിയൊരു വഴി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൈയൊക്കെ പിടിച്ച് നല്ല സേഫ്റ്റി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളവിടെ നിന്ന് ബബ്ലൂസ് നാരങ്ങയൊക്കെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ തിരിച്ചു പോകുന്നതും ട്രെയിനിൽ തന്നെയാണ്. ട്രെയിന് തൃശ്ശൂർക്കാണ് ട്രെയിന്. നമ്മൾ തിരിച്ചു വരുമ്പോൾ ഡയറക്റ്റ് നമുക്ക് ഗുരുവായൂരിൽ തിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ തിരിച്ചു വരുമ്പോൾ തൃശ്ശൂർക്കാണ് ട്രെയിൻ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആ ട്രെയിൻ എന്ന് പറഞ്ഞാണ്ടല്ലോ ഒരു 1.5 ട്രെയിനാണ് കേട്ടോ. ഈ വരുന്ന മുതലാണ്. കാരണം ഇതിൽ എന്ന് പറഞ്ഞാൽ കാല് കുത്താൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. ഇത്രയും പിള്ളേരും 5 പിള്ളേരും അമ്മയും ചേച്ചിയും ആൻറ്റിയും 2 പെൺകുട്ടികളും, ഇത്രയും ആൾക്കാരും കൂടിയിട്ട് അതിൽ എങ്ങനെയാണ് കയറിയത് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല കേട്ടോ. അത്യാവശ്യം നമ്മൾ തൃശ്ശൂർ വരെ നിൽക്കാൻ കൂടി പറ്റുന്നുണ്ടായിരുന്നില്ല, പിന്നെ എങ്ങനെ ഇരിക്കാനാ, നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു വിധേന തൃശ്ശൂർ വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അവിടെ നിന്ന് പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു, നമ്മൾ ശോഭയിലൊക്കെ പോകാമെന്ന്. പക്ഷേ പ്ലാനൊക്കെ നമ്മൾ വേണ്ടാന്ന് വെച്ചു, കാരണം ഇരുട്ടാവുകയാണ്. അങ്ങനെ നമ്മൾ ബസ്സിലൊക്കെ കയറി. കുഞ്ഞിനും അമ്മയും ഒരു സീറ്റിലാണ് ഇരിക്കുന്നത്. ഇത് തന്നെ നമുക്ക് ഏകദേശം മുല്ലശ്ശേരി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ സീറ്റ് കിട്ടിയത്. അതുവരെ ബസ്സിൽ നിൽക്കുക തന്നെയായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു ബസ്സിൽ. അത്യാവശ്യം ലഗേജും സാധനങ്ങളും എല്ലാതും ഉണ്ടായിരുന്നു എല്ലാവരുടെ കയ്യിലും. അങ്ങനെ നമ്മൾ ചാവക്കാട് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് പപ്പയുടെ പിറന്നാളാണ്. ഇന്നല്ല പിറന്നാൾ, നമ്മൾ പിറന്നാൾ ആഘോഷിക്കുന്നത് ഇന്നാണ്. അപ്പോൾ അത്യാവശ്യം മിഠായിയും കേക്കും സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ അറേബ്യൻ ട്രീറ്റിൽ നിന്നാണ് ഫുഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ കുഴിമന്തിക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് പേരെന്നെ ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റി വിട്ട് ഞാനും ചേച്ചിയും
ആൻറ്റിയുടെ മോളും കൂടിയിട്ട് വേറൊരു ഓട്ടോറിക്ഷയിൽ നമ്മൾ പോന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കും കുറേ പേരൊക്കെ തളർന്ന് കിടന്നു തുടങ്ങി. അപ്പോൾ എല്ലാവരും ഫോണെടുത്ത് നമ്മളെടുത്ത ഫോട്ടോസും വീഡിയോസും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പപ്പ ടി വി കാണുന്നുണ്ട്. പപ്പ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ, പപ്പ വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ കുഴിമന്തി തീറ്റ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നില്ല, രാത്രി ലേറ്റായിട്ടാണ് അവൻ വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിള്ളേർക്ക് ആദ്യം തന്നെ കൊടുത്തു. അവൻ വന്നതിന് ശേഷമാണ് നമ്മൾ കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ തുടങ്ങിയത് കേട്ടോ. അങ്ങനെ കേക്ക് കട്ടി കഴിഞ്ഞ് എൻ്റെയും ചേച്ചിയുടെ ഗിഫ്റ്റൊക്കെ ഞങ്ങൾ കൈമാറിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ ഡ്രസ്സ് ഇട്ടിട്ടാണ് കേക്ക് കട്ട് ചെയ്തിട്ടാ. അപ്പോൾ ഇത് അതിന് ശേഷം എഡിറ്റ് ചെയ്തുകൊണ്ട് തന്നെ ആ വീഡിയോ എൻ്റെ മിസ്സായിട്ടുണ്ട്. പിന്നെ ഡൗൺലോഡ് ചെയ്തിട്ടൊക്കെ വേണം ഇതിൽ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിൽ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ. യൂട്യൂബിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി കുഴിമന്തിയൊക്കെ കഴിച്ച് നല്ല ഹാപ്പി ആയിട്ട് കിടന്നുറങ്ങിയിട്ടാ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലത്തെയൊക്കെ ഫാമിലിയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ എല്ലാവരും പരമാവധി എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ വേറെ വഴിക്ക് ഉണ്ടായിരിക്കാം, പക്ഷെ അതൊക്കെ മറന്നുകൊണ്ട് നമ്മൾ പരമാവധി ഒന്ന് ഹാപ്പി ആവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അത് ഞാൻ തരുന്ന ചെറിയൊരു അഡ്വൈസാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ അങ്ങനെയാണ്, പല പ്രശ്നങ്ങളും ഉണ്ടാവും, പക്ഷേ ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓക്കെ, ബൈ.